നമസ്തേ. 25/2/2025 ചൊവ്വാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പോസ്റ്റ് തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ കമൻ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. ഈ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരികയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ചാനലെടുത്ത് യൂട്യൂബ് ചാനലെടുത്ത് നിങ്ങൾ നിത്യവും നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എന്തെങ്കിലും ഒരു സ്റ്റിക്കറാണെങ്കിലും കമൻ്റായിട്ട് ചെയ്യുക. വ്യക്തിപരമായ ഫലങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇതൊരിക്കലും നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ജാതകം നോക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇതിനകത്ത് ദോഷം പറഞ്ഞിട്ടുള്ള ചില മേഖലകളിൽ നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം മേന്മയുള്ളതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ ദോഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി വന്നാലും ഗുണം പറഞ്ഞിട്ടുള്ള കാര്യം ദോഷകരമായി വന്നാലും ജാതക വ്യതിയാനങ്ങൾ ബാധകമാണ്. അത് മനസ്സിലാക്കണം. എങ്കിലും പൊതുവായ ഒരു കാര്യം മനസ്സിലാക്കാൻ നിർദ്ദേശിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് പൊതു കാര്യങ്ങളായിട്ട് പൊതുഫലമായിട്ട് വേണം നിങ്ങളിതിനെ നിർദ്ദേശിക്കാൻ, നിങ്ങളിതിനെ മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളിതിൻ്റെ കമൻറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടി. ചില ആളുകൾ ഇത് ചില നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതുകൊണ്ട് വിരോധമില്ല. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടണം. കാരണം ഇത് നിങ്ങൾക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ദോഷങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കണം എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് അല്ലാണ്ട് പറയുന്നത് വഴി നാളെ നേരം വെളുത്താൽ നിങ്ങൾക്കെല്ലാം രാജാവായിരിക്കും നിങ്ങൾ എന്ന് പറയാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾക്ക് അനുകൂലമായ വശങ്ങൾ മാത്രം പറയുകയും അനുകൂലമല്ലാത്തവ പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അതനുസരിച്ച് മാത്രമേ ഞാൻ പോകൂ. നിങ്ങളെ സുഖിപ്പിക്കുക എൻ്റെ ഒരു ഉദ്ദേശമേ അല്ല. അതിന് അങ്ങനെ വേണം എന്നുള്ളവർ ഈ ചാനൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ദോഷമൊക്കെ കുറയാൻ സാധിക്കാൻ വേണ്ടി, എന്തൊക്കെ ദോഷങ്ങളെന്നൊന്നും അറിയാൻ വേണ്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദോഷങ്ങൾ പറഞ്ഞെടുത്ത് നാമജപമൊക്കെ നടത്തിയാൽ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ചാനൽ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇത് വെറുതെ പറയുകയല്ല, കണ്ടോ, ഇങ്ങനെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നാണ് ഇത് പറയുന്നത് എന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിതിനെ സമീപിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. 25/2/2025 ചൊവ്വാഴ്ച മേടക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖല പൊതുവെ മേന്മയുള്ളതാണ്. തൊഴിൽ മേഖല ദൈവാധീനമുള്ള ഒരു ദിവസം കൂടെയാണല്ലോ. അതുകൊണ്ട് പൊതുവെ ആ മേഖലയിലൊക്കെ അല്പം മേന്മയുണ്ടാകും. ഈ വസ്ത്രങ്ങളൊക്കെ വിപണനം ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് മേന്മയുള്ള ദിവസമായിരിക്കും. ശില്പകലകളൊക്കെ ചെയ്യുന്നവർക്ക്, ശില്പികൾക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കും സ്റ്റാർട്ടപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. മെഡിക്കൽ സ്റ്റോറ്, കൗൺസിലിംഗ് മേഖല, പഴക്കച്ചവടം, ചെറുകിട സ്ഥാപനങ്ങളുടെ മാനേജിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുള്ള ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട മേഖലകൾ അനുകൂലമാണ്. സ്ത്രീകൾ നടത്തുന്ന ബേക്കറികൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ മേന്മയുള്ള ദിവസമാണ്. ശീതളപാനീയ വിൽപ്പനക്കാർക്കൊക്കെ അനുകൂലമാണ്. അപ്പോൾ അത് സ്ത്രീകൾ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ മേന്മ കിട്ടുന്ന ദിവസമാണ്. വഴിയോര കച്ചവടക്കാർക്കൊക്കെ, പശു, എരുമ മുതലായ ഫാമുകൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. അതേപോലെ ഡ്രൈവർമാർക്കൊക്കെ അനുകൂലമായ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവർമാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ലോട്ടറി കച്ചവടക്കൊക്കെ, ഈ ലോട്ടറി കച്ചവടമൊക്കെ കൊണ്ട് നടന്നൊക്കെ ചെയ്യുന്ന ലോട്ടറി കച്ചവടം നടത്തുന്നവർക്കൊക്കെ പൊതുവേ
മേന്മയേറിയ ദിവസമാണ്. പക്ഷേ മേന്മയേറിയതാണെന്ന് പറഞ്ഞാൽ ജാതകം കൂടെ അനുകൂലമായാൽ മാത്രമേ ആ മേന്മ പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കൂ. എങ്കിലും ഭേദമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, ഭൂമി, അതുപോലെ പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സാങ്കേതിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇരുമ്പ്, സ്റ്റീൽ മുതലായൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയുള്ള ദിവസമാണ്. ആട് ഫാം, നിയമപരിപാലന രംഗം, IT രംഗമൊക്കെ മേന്മയുള്ളതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാർക്ക്, പത്രപ്രവർത്തകർക്ക്, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂലമുള്ള ഒരു ദിവസമാണ്. അതുപോലെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. കൺസൾട്ടിംഗ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ അധ്യാപകർ, ഗവേഷകർ, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ, അതിൽ അഭിഭാഷകർ, ന്യായാധിപന്മാർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. ഈ ഫാഷൻ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹോം നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, വാഹനങ്ങൾ, ആഭരണങ്ങൾ മുതലായവ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ദിവസമാണ്. ബ്യൂട്ടി പാർലർ, മാരേജ് ബ്യൂറോ തുടങ്ങിയ നടത്തുന്നവർക്കും അനുകൂലമാണ്. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ, നിർമ്മാണ പ്രവർത്തന മേഖലയിൽ, ഇറച്ചി മാംസങ്ങളൊക്കെ വിൽക്കുന്ന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് 25-ാം തീയതി ഫെബ്രുവരി 2025. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ നോക്കാം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരുടെ 25/2/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്രഫലം നമുക്ക് നോക്കാം. അല്ല, 25/2/2025 തിങ്കളാഴ്ചയല്ല, ചൊവ്വാഴ്ചയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ നാക്കൊന്ന് ഇതായിപ്പോയതാണ്. ചൊവ്വാഴ്ചത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. 25/2/2020 ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ശരിക്കും ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയേറിയ ദിവസമൊന്നുമല്ല. എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അല്പം ദൈവാധീനമൊക്കെ വരുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. ചെറുകിട സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. പഴക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മെഡിക്കൽ സ്റ്റോർ, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, സ്വർണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ആയോധന കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർ, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, മരങ്ങൾ ഒക്കെ ആയിട്ട് ഫർണിച്ചർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ഫാഷൻ, ഇൻറ്റീരിയർ, ഗ്രാഫിക് ഡിസൈൻ ഇങ്ങനെയൊക്കെ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മേന്മയേറിയ ദിവസം അല്ല. കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഈ ശീതളപാനീയ വിൽപ്പനക്കാരായിട്ടുള്ളവർക്കൊക്കെ അത്ര അനുകൂലമല്ല. അത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആയിട്ട് നടത്തുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ ഈ വഴിയോര കച്ചവടക്കാർ, അങ്ങനെയൊക്കെയുള്ള ശീതളപാനീയമൊക്കെ വിൽപ്പന ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. പെയിൻറ്റിംഗ് മേഖല വർക്ക് അനുകൂലമല്ല. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമല്ല. പശു, എരുമ മുതലായ മേഖലയിൽ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല. മധുര പലഹാരങ്ങൾ, ബേക്കറികളൊക്കെ നടത്തുന്നവരിൽ അങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല 25/2/2025 ചൊവ്വാഴ്ച. സാഹസ്യ പ്രവർത്തികൾ അനുകൂലമല്ല. ഈ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്ര അനുകൂലമല്ല. ഡ്രൈവർമാർ ശ്രദ്ധിക്കുക, അവർക്കും അത്ര മേന്മയുള്ളൊരു ദിവസമാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും വാഹന സംബന്ധമായ തൊഴിലുകൾ മേന്മയുള്ളതായിരിക്കും. പക്ഷേ ഡ്രൈവിംഗ് എന്ന മേഖല മാത്രം അത്ര മേന്മയുള്ളതല്ല ഈ ദിവസം. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ മേന്മയുള്ളതല്ല. ഭൂമിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കരാറുകളൊക്കെ എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ IT മേഖല, ആട് ഫാം, ബിസിനസ് രംഗം, സ്പോർട്സ് രംഗം, നിയമപാലനം, ഇരുമ്പ്, സ്റ്റീൽ മുതലായവയുമായി ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. സോഷ്യൽ മീഡിയ വർക്കർമാർക്ക് അനുകൂലമാണ്. കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർ, ചിത്രരചന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, എഴുത്തുകാർ, കവികൾ ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയാണ്. പത്രപ്രവർത്തകർക്ക്
മേന്മയാണ്. ചെറുകിട പത്രപ്രവർത്തകർക്കാണ് അനുകൂലമായിട്ടുള്ളത്. PR മേഖല, ധനകാര്യ മേഖല, ചെറുകിട ധനകാര്യ മേഖലയിൽ, ചെറിയ ധനകാര്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അത്ര മേന്മയൊന്നുമില്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അത്ര മേന്മയില്ല. ടൂറിസം മേഖല അത്ര അനുകൂലമല്ല. എഡിറ്റിംഗ് മേഖല, ഇടത്തരം ബിസിനസ്, അതൊന്നും അത്ര മേന്മയുള്ളതല്ല. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ദൈവാധീനം കുറച്ച് കുറവുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കണം. എന്നാൽ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ആഡംബര വസ്തുക്കളൊക്കെ വിൽക്കുന്നവർക്ക്, ഇൻറ്റീരിയർ ഡിസൈൻകാർക്ക് മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ മേന്മയുള്ള ദിവസമായിരിക്കും, അത്രയേ ഉള്ളൂ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തോതിൽ, ചെറിയ തോതിൽ മാത്രം, അത്ര മേന്മയൊന്നും പറയാൻ പറ്റില്ല. ആഭരണ മേഖല, ആരോഗ്യ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വിഭാഗക്കാർക്ക് ഗുണകരമായിരിക്കും. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ, വിവാഹ സംബന്ധമായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ഈവൻറ്റ് മാനേജ്മെൻറ്റുകൾക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ഈ മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇടവക്കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. ഇനി മിഥുനക്കൂറുകാർക്ക് 25/2/2025 ചൊവ്വാഴ്ച നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. ഈ മിഥുനക്കൂറുകാർക്ക് പൊതുവേ ഒരു മേഖലയിലും അത്ര അനുകൂലമല്ല. നിങ്ങളുടെ ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം ചെറിയ മേന്മകളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് മേന്മകളൊന്നും ഈ മിഥുനക്കൂറുകാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ദൈവാധീനമൊക്കെ വരുത്തിയിട്ട് വേണം മിഥുനക്കൂറുകാർ നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ. പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയുമായി വർക്ക് ചെയ്യുന്നവർ, സ്റ്റാർട്ടപ്പുകളുമായി വർക്ക് ചെയ്യുന്ന, ചെറുകിട സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതിൻ്റെ മാനേജ്മെൻറ്റ് മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് സ്വയം തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അപകടകരമായ വർക്കുകൾ ചെയ്യുന്നവർ, സാഹസിക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അഗ്നി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവരും വളരെയധികം മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആട് ഫാം നടത്തുന്നവർ, മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവെ അത്ര അനുകൂലമൊന്നുമല്ല. മാനേജിങ് മേഖല അനുകൂലമല്ല. നിയമ മേഖലയും അത്ര അനുകൂലമല്ല. പൊതുവെ ഒരു മേഖലയും തന്നെ അനുകൂലമാണ് ഇടവൻ രാശിക്കാർക്കെന്ന് പറയാൻ, മിഥുനം രാശിക്കാർക്കെന്ന് പറയാനില്ല. അപ്പോൾ മിഥുന രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഹോം നേഴ്സിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഫാഷൻ ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന, മാരേജ് ബ്യൂറോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥുന രാശി. വളരെ ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. ഇനി കർക്കിടകം 25/2/2025 ചൊവ്വാഴ്ച കർക്കിടകം രാശിക്കാർക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് ഈ കർക്കിടകം രാശി എന്ന് പറയുന്നത്. കർക്കിടകം രാശിക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ എന്നുള്ളവർക്ക് ഒക്കെ അനുകൂലമാണ്. ഡാറ്റ അനാലിസിസ്റ്റുകൾ, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. IT മേഖല, സുരക്ഷാ മേഖലയിൽ വർക്ക്, പൊതുവെ IT മേഖല അത്ര അനുകൂലമല്ല കർക്കിടകക്കാർക്ക്. PR വർക്ക്, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ, സർക്കാർ ജീവനക്കാർക്ക് അനുകൂലം. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ലോട്ടറി കച്ചവടം നടത്തുന്നവർക്ക്
അത് അത്ര അനുകൂലമല്ല. ഡ്രൈവർമാരൊക്കെ, കർക്കിടകം രാശിയിലുള്ള ഡ്രൈവർമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതേപോലെ ലോട്ടറി കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമല്ല. ഭാഗ്യ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊന്നും മേന്മയുള്ള ദിവസമല്ല. ദൈവാധീനം ഉണ്ടെങ്കിൽ പോലും മേന്മയില്ല. ഇടത്തരം ബിസിനസ്സുകാർക്ക് അനുകൂലമാണ്. എഡിറ്റിംഗ് മേഖലയിലൊന്നും അത്ര അനുകൂലമല്ല. വൻകിട ബിസിനസ്, ടൂറിസം മേഖല ഒന്നും അനുകൂലമല്ല. നയതന്ത്ര മേഖല അനുകൂലമല്ല. അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കർക്കിടക രാശിക്കാർക്ക് പൊതുവേ അല്പമൊക്കെ മേന്മ കിട്ടും. ആഡംബര വസ്തുക്കളുടെ വിൽപ്പന, വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും അങ്ങനെ വർക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലർ, ഹോം നേഴ്സിംഗ് വർക്കുമാർക്കൊക്കെ അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമാർക്കൊക്കെ അനുകൂലമാണ്. അതിൽ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയവർക്കൊക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ഈ നിർമ്മാണ മേഖലയിലുള്ളവർക്കൊന്നും അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കർക്കിടകം കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണ് എന്ന് മനസ്സിലാക്കുക. ചിങ്ങക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറവാണ്. അങ്ങനെ ആണെങ്കിൽ പോലും സാഹസിക മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ വരാം. കച്ചവടക്കാർക്ക് വലിയ കുഴപ്പമില്ല. ഈ ലോട്ടറി കച്ചവടക്കാർക്കൊന്നും അത്ര പ്രശ്നമല്ല. അതിൽ ഡ്രൈവർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവാധീനം കുറവാണ്. അതുകൊണ്ടാണ് ചിങ്ങക്കാരോട് ഡ്രൈവിംഗ് മേഖലയിലുള്ളവർക്ക് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയൊന്നും അനുകൂലമല്ല. IT മേഖല ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. നിയമ മേഖല, ബിസിനസ് രംഗം, സ്പോർട്സ് രംഗം ഒന്നും അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് മുതലായ ആ കാര്യങ്ങളിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, എഴുത്തുകാരും ഇങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ കാര്യം അല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ചിങ്ങക്കാർക്ക് അത്ര അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ അഭിഭാഷക വൃത്തിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, എഡിറ്റ് മേഖലയിലുള്ളവർ, ടൂറിസം മേഖലയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഹോം നേഴ്സിംഗ് മേഖലയിലുള്ളവർക്ക് പൊതുവെ ചിങ്ങക്കാർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ ഹോട്ടൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് ഡ്രൈവിംഗ് മേഖലയിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്രം അവസാന കാൽഭാഗം, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും തൊഴിൽ മേഖലയിൽ. ഏത് മേഖലയിലാണെങ്കിലും കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എങ്കിൽ പോലും കന്നിരാശിക്ക് പൊതുവെ മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. കൺസൾട്ടിംഗ് മേഖല, മോട്ടിവേഷൻ മേഖലയിലൊക്കെ അനുകൂലമാണ്. പഴക്കച്ചവടക്കാർ, ചെറുകിട സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. രാഷ്ട്രീയക്കാർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം, അതിൽ എക്സിക്യൂട്ടീവ് മേഖലകൾ, CEO മാർ, ഡിസൈനർമാർ, ഫാഷൻ ഇൻറ്റീരിയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ള കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ്. അതേപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മേന്മയില്ല. ചെറിയ ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്ക് കുഴപ്പമില്ലെങ്കിലും പെയിൻറ്റിങ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ശീതളപാനീയ കച്ചവടക്കാർ, ഈ വഴിയോര കച്ചവടക്കാർക്കൊന്നും അത്ര മേന്മയില്ല. പശു, എരുമ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർക്ക് അത്ര അനുകൂലമല്ല. അഗ്നി സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ,
അങ്ങനെയുള്ളവർ ഡ്രൈവർമാരൊന്നും ശ്രദ്ധിക്കുന്നത് നന്നാണ്. എങ്കിലും കച്ചവടക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല. ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുക. കാര്യം അവർക്ക് ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസം അതിൻ്റെ അപകടങ്ങളൊക്കെ കുറയും. എങ്കിലും ചില തൊഴിൽ മേഖല പൊതുവെ ദൈവാധീനം കുറഞ്ഞുള്ളവർക്ക് അത്ര മേന്മയില്ലല്ലോ. അപ്പോൾ ഡ്രൈവിംഗ് മേഖലയിൽ ദൈവാധീനം ഒത്തിരി കുറവുള്ളൊരു ദിവസമാണ്. മറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ അത്ര കുഴപ്പമില്ല. സാഹസിക മേഖലകളൊക്കെ അത്ര അനുകൂലമല്ല. അഗ്നി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിയമപാലകർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ കന്നി രാശിക്കാർക്ക് വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. സോഷ്യൽ മീഡിയ വർക്ക് പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. IT മേഖല അത്ര മേന്മയുള്ളതല്ലെങ്കിലും IT സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒത്തിരി മേന്മയൊക്കെ ഉണ്ടാവും, അംഗീകാരങ്ങളൊക്കെ ഉണ്ടാവും. PR മേഖല, ധനകാര്യ മേഖല അതൊക്കെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർക്കൊക്കെ വലിയ കുഴപ്പമില്ല. ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, വൻകിട ബിസിനസ്സുകാർക്ക്, നയതന്ത്ര മേഖലയിലും രാജ്യാന്തര വ്യാപാരം നടത്തുന്നവർക്കും സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ മേന്മയുള്ള ദിവസമാണ്. എന്നാൽ ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുടെ മേഖല, വിവാഹ സംബന്ധമായ മേഖലകൾ, ബ്യൂട്ടി പാർലറുകൾ, ഈവൻറ്റ് മാനേജ്മെൻ്റ് ഒന്നും അനുകൂലമല്ല. ഹോസ്പിറ്റല്, വാഹനങ്ങൾ അത്ര മേന്മയുള്ളതൊന്നുമല്ല. ആഭരണ മേഖല അനുകൂലമല്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. ഹോം നേഴ്സിംഗ് ഞാൻ പറഞ്ഞു, അതൊക്കെ അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ മേന്മയുള്ള ദിവസമായിരിക്കും. മത്സ്യമാംസാദി കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമുള്ള കന്നിവർക്ക് അനുകൂലമായിരിക്കും. ഇനി തുലാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 25/2/2025 ചൊവ്വാഴ്ച തുലാം രാശിക്ക് തൊഴിൽ മേഖലയിൽ അല്പം നന്നായി പ്രയാസം അനുഭവിക്കുന്നൊരു ദിവസം, കഠിന ദോഷം എന്നൊക്കെ പറയാവുന്ന, പൊതുവെ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അത് പൊതുവെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തുലാം രാശിക്കാർ. എല്ലാ മേഖലയിലും തുലാം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല അനുകൂലമല്ല. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ ദിവസം അത്ര മേന്മയുള്ളതൊന്നുമല്ല. ദൈവാധീനം വളരെ കുറവുള്ള മേഖലയാണ്. അതുകൊണ്ട് സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ വളരെ ധനം മുടക്കിയൊക്കെ കച്ചവടം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നഷ്ടം വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖല പൊതുവെ എല്ലാ രീതിയിലും മേന്മയുള്ളതല്ല. പക്ഷെ ജാതകം വളരെ നല്ലതാണ്. നിങ്ങളുടെ ഈ ദിവസത്തെ ഫലമെങ്കിൽ പൊതുവെ മേന്മയുള്ള ഇതായിരിക്കും. ജാതകം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പൊതുവെ വലിയ മേന്മയൊന്നും ഉണ്ടാവില്ല, എങ്കിലും വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും. നല്ല ദൈവാധീനം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈ തുലാം രാശിക്കാർ ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ്. എങ്കിൽ പോലും അവർക്ക് അത്ര മേന്മ തൊഴിൽ മേഖലയിൽ ഉണ്ടാവില്ല, എങ്കിലും ദോഷമില്ല. അപ്പം നമുക്ക് നോക്കാം, ദൈവാധീനം ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വൃശ്ചികക്കാർ കൺസൾട്ടിംഗ് മേഖല ഗുണകരമാണ്. അഭിഭാഷക, ന്യായാധിപ മേഖലകൾ ഗുണകരമാണ്. ഇടത്തരം ബിസിനസ്സുകാർക്കും എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്കും സർക്കാർ ജീവനക്കാർക്കും ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ടൂറിസം മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. നയതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ജേർണലിസ്റ്റുകൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. അതേപോലെ വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർ അവർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഇവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ വൃശ്ചികക്കാർക്ക്
അഗ്നി സംബന്ധമായ കാര്യങ്ങൾ, സാഹസിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ലോട്ടറി കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതുപോലെ പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല. സാങ്കേതിക മെക്കാനിക് മേഖല, എഞ്ചിനീയറിംഗ് മേഖല അനുകൂലമല്ല. ഡ്രൈവിംഗ് മേഖലയിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചിക രാശിക്കാർ. നിയമപാലനം, പോലീസ് മേഖല, IT മേഖല ഇതൊന്നും അത്ര അനുകൂലമല്ല. സ്പോർട്സ് രംഗത്ര അനുകൂലമല്ല. കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാം. എന്നാലും അത്ര മേന്മയൊന്നും പറയാനില്ല കേട്ടോ. ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കളുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വൃശ്ചികക്കാർക്ക് അനുകൂലമാണ്. ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. എന്നാൽ ഈ മാംസാദി കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്നവർക്കൊന്നും പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമല്ല. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം വളരെ കുറവാണ്. ദൈവാധീനം വളരെ കുറവായതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയുള്ള ദിവസമല്ല. മത്സ്യമാംസാദി കാര്യങ്ങളൊന്നും കച്ചവടം ചെയ്യുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. അതേപോലെ ഫാഷൻ മേഖല, ആഡംബര വസ്തുക്കൾ അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖലകൾ അത്ര അനുകൂലമല്ല. മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ ഇതൊന്നും അനുകൂലമല്ല. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ആഭരണ മേഖലകൾ അത്ര അനുകൂലമല്ല. ആരോഗ്യ മേഖല അത്ര അനുകൂലമല്ല. ഉപഭോക്തൃ സംരക്ഷണ മേഖല, ഹോം നഴ്സിംഗ് മേഖല ഒന്നും അത്ര മേന്മയുള്ളതല്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര മേന്മ കുറഞ്ഞ ദിവസമാണ്. അതേപോലെ ധനുരാശിക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് വളരെ പ്രയാസമുള്ളൊരു ദിവസമായിരിക്കും. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അത്ര അങ്ങനെ അനുകൂലമായ ഒരു സമയമായിരിക്കില്ല. എഡിറ്റിംഗ് മേഖല അനുകൂലമല്ല. ടൂറിസം രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷക വിദ്യാർത്ഥികൾ, PR മേഖല, ധനകാര്യ മേഖല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പ്രവർത്തകരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ധനുക്കൂറുകാർ. സാഹസിക മേഖല അനുകൂലമല്ല. ഈ വഴിയോര കച്ചവടമൊന്നും അത്ര മേന്മയുള്ളതല്ല. നിയമപാലനം, സ്പോർട്സ് രംഗമൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഈ വഴിയോര കച്ചവടക്കാർ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾ നേതൃത്വം നൽകി നടത്തുന്ന കാര്യങ്ങളുള്ളവർ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പശു, എരുമ മുതലായ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമയത്ത് ധനുരാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ മെഡിക്കൽ സ്റ്റോർ മുതലായവർ, ഫാർമസിസ്റ്റുകൾക്കൊക്കെ അനുകൂലമാണ്. ഈ കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയുണ്ടാകും. പഴക്കച്ചവടം നടത്തുന്നവർ, അത് കരിക്കച്ചവടം തന്നെയാണെങ്കിൽ പോലും പഴക്കച്ചവടം നടത്തുന്ന ധനുക്കൂറുകാർക്ക് അല്പം മേന്മയുള്ള ദിവസമാണ്. പൂജാദ്രവ്യങ്ങൾ, ചെറുകിട സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ നല്ലതാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് മേന്മയാണ്. രാഷ്ട്രീയക്കാർക്ക് മേന്മയുള്ള ദിവസമാണ്. പക്ഷേ മേന്മയുള്ള ദിവസം എന്ന് പറയുമ്പോഴും ദൈവാധീനം കുറവുള്ളത് കൊണ്ട് എല്ലാ മേന്മകൾക്കും ദൈവാധീനം ബാധിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ദൈവാധീനം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതിനകത്തൊക്കെ രക്ഷപ്പെട്ടു വരാൻ കഴിയും. അതുകൊണ്ടാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി. മകരം രാശിക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിലൊക്കെ സാമാന്യമായ ഭേദമായ ഒരവസ്ഥയൊക്കെ ഉണ്ടാകും, ചില പ്രത്യേക മേഖലകൾ ഒഴിച്ച് ബാക്കിയൊക്കെ. എങ്കിലും മെഡിക്കൽ സ്റ്റോർ രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമല്ല. ഫാർമസിസ്റ്റുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം മകരക്കൂറുകാർ. അശ്രദ്ധ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പൂജാദ്രവ്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ പൊതുവേ മകരക്കൂറുകാർക്ക് അത്ര മേന്മയില്ല. ചെറുകിട മാനേജർക്കൊക്കെ മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. ശില്പികൾ, രാഷ്ട്രീയക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കേട്ടോ. രാഷ്ട്രീയക്കാർ, മകരം കൂറുകാരായ രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. സ്വർണ്ണ മേഖല, ആയോധന കലാരംഗം ഇവർക്ക് അനുകൂലമല്ല. CEO-മാരൊക്കെ ആയിട്ടുള്ളവർക്ക് അത്ര അനുകൂലമല്ല. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. എന്നാൽ സാഹസിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, മനോരോഗ ചികിത്സകർക്ക്, പെയിൻറ്റിങ്ങുമാർക്കൊക്കെ അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ടവർക്ക്,
അതുപോലെ സ്ത്രീകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ആരോഗ്യ മേഖല ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനക്കാർ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ്. പശു, എരുമ മുതലായവയൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബേക്കറി, സാമൂഹ്യ പ്രവർത്തകർ, മധുരപലഹാര വിതരണക്കാർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ മകരം രാശിക്കാർ അഗ്നി സംബന്ധമായി നടത്തുന്നവർ, സാഹസിക പ്രവർത്തികൾ, അഗ്നി സംബന്ധം പറയുമ്പോൾ തേപ്പ് ജോലികളൊക്കെ പെടും കേട്ടോ. വസ്ത്രം തേക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടും. അതങ്ങനെയൊക്കെ ഉള്ളവർ. കച്ചവടം, ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, ഭൂമി ക്രയവിക്രയം ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല അതൊക്കെ അനുകൂലമാണ്. പ്രതിരോധ, സൈനിക മേഖല, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ആട് ഫാം, ആയുധ വ്യാപാരം, ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള പ്രവൃത്തികളൊക്കെ നല്ലതാണ്. മാനേജിങ് മേഖല അതൊക്കെ നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, IT സുരക്ഷാ മേഖലയിലുള്ളവർ, PR വർക്ക് മേഖലയിലുള്ളവർ, പൊതുവെ ധനകാര്യ മേഖല എല്ലാം അനുകൂലമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അഭിഭാഷകർ, ന്യായാധിപന്മാർ, ഇടത്തര ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ടൂറിസം മേഖല, സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ, വൻകിട ബിസിനസ്സുകാർ, ബിസിനസ് പൊതുവെ അനുകൂലമായൊരു ദിവസമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഫാഷൻ മേഖല, ഹോം നേഴ്സിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പൊതുവെ അനുകൂലമായിരിക്കും. വാഹനങ്ങൾ, ആഭരണ മേഖലയിൽ സ്വർണ്ണാഭരണം ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പൊതുവെ മേന്മയുണ്ടാവും. ബ്യൂട്ടി പാർലർ ഗുണകരമാണ്. സിനിമ, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. നിർമ്മാണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. മകരക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് അവർക്ക് കഴിയും. ദൈവാധീനമാണ് എല്ലാത്തിലും പ്രധാനം എന്നുള്ളത് കൊണ്ട് അത് മേന്മയുള്ളതാണ്. ഇനി കുംഭം രാശിക്കാർക്കാണ്. കുംഭം രാശിക്കാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നും അല്ല. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് 25/2/2025 ചൊവ്വാഴ്ച അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. ദൈവാധീനം കുറവുള്ള ദിവസമാണ് കുംഭക്കൂറുകാർക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ കുംഭക്കാർക്ക് ഉണ്ടാകും. എങ്കിൽ പോലും ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ആഡംബര വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നവർ, വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മാരേജ് ബ്യൂറോ നടത്തുന്നവർ, ബ്യൂട്ടി പാർലറുകൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ വാഹനങ്ങളുടെ വർക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റൽ, ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഗുണകരമാണ്. വാഹനം വിൽപ്പന നടത്തുക, വാങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുംഭക്കൂറുകാർക്ക് കുഴപ്പമില്ല. സിനിമാ മേഖല, ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ, ഹോം നേഴ്സിംഗ് മേഖലയിൽ, കലാരംഗത്തുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒക്കെ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ മത്സ്യമാംസാദികളൊക്കെ കച്ചവടം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ അനുകൂലമല്ല. ഇനിയുള്ള പൊതുവെ തൊഴിൽ അത്ര മേന്മയുള്ളതൊന്നുമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷക, ന്യായാധിപ മേഖലകൾ, ഇടത്തരം ബിസിനസ്, എഡിറ്റിംഗ് മേഖല, പത്രപ്രവർത്തകർ, ടൂറിസം മേഖല, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ ഇങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ ദിവസം അല്ല. വിദ്യാഭ്യാസ മേഖലയിൽ അത്ര അനുകൂലമല്ല. ചിത്രരചന, സോഷ്യൽ മീഡിയ പ്രവർത്തകരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഈ പത്രപ്രവർത്തകർ, ന്യൂസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചോളണം കേട്ടോ. ഡേറ്റ അനാലിസിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കണം. ഗവേഷക വിദ്യാർത്ഥികൾ, പത്രപ്രവർത്തകർ അവർക്കൊന്നും അനുകൂലമല്ല. PR മേഖല അനുകൂലമല്ല. IT സുരക്ഷാ മേഖല അനുകൂലമല്ല. ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിച്ചോളണം. ചെറുതും വലുതുമായ ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ സാഹസിക കർമ്മങ്ങളൊന്നും ചെയ്യാൻ കുംഭക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. കച്ചവടം അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം. പ്രതിരോധ മേഖല, സൈനിക മേഖലയൊക്കെ അനുകൂലമല്ല. സാങ്കേതിക മെക്കാനിക് മേഖല അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. സ്പോർട്സ് രംഗം, ബിസിനസ് രംഗമൊക്കെ അത്ര മേന്മയുള്ള ഇതൊന്നുമല്ല.
യന്ത്രങ്ങളുടെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അപകടകരമായ തൊഴിൽ ചെയ്യുന്ന, അതാണ് സാഹസികം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ കാർഷിക മേഖലയിൽ മേന്മയുള്ളൊരു ദിവസമാണ്. ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ മേന്മയുള്ള ദിവസമാണ്. മനോരോഗ ചികിത്സകർക്ക് മേന്മയുണ്ട്. പെയിൻറ്റർമാർക്കൊക്കെ കൊള്ളാം. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക്, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊള്ളാം. ശീതളപാനീയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് അനുകൂലമാണ്. വഴിയോര കച്ചവടക്കാർക്കൊക്കെ, ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ അത്ര കുഴപ്പമുള്ള ദിവസമല്ല. ഈ കൂറുകാർക്കാണ് കേട്ടോ, കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. അല്ല, പശു, എരുമ മുതലായ കച്ചവടം ചെയ്യുന്ന അവർക്ക്, ഫാമൊക്കെ നടത്തുന്നവർക്ക്, മധുര പലഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബേക്കറി അങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവേ മേന്മയാണ്. എന്നാൽ മെഡിക്കൽ മേഖല, കൗൺസിലിംഗ്, മോട്ടിവേഷൻ മേഖലയൊന്നും അനുകൂലമല്ല. പഴക്കച്ചവടക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. വഴിയോര കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ പഴക്കച്ചവടക്കാർക്ക് അത്ര മേന്മയില്ല എന്ന് മനസ്സിലാക്കണം. മാനേജർമാർ, ചെറുകിട സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ശില്പികൾ, രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ. ദൈവാധീനമില്ല കുംഭക്കൂറുകാർക്ക് എന്നുള്ളതുകൊണ്ട് എല്ലാ തൊഴിലും അതിൻ്റേതായ ഒരു ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി മീനക്കൂറുകാർക്കും ഒട്ടും ദൈവാധീനമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല ഒട്ടും അനുകൂലമല്ല. ചിത്രരചന, അതുപോലെ സോഷ്യൽ മീഡിയ വർക്കർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഗവേഷകർ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, PR മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, വിദ്യാഭ്യാസ മേഖല, IT, സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പ്രാദേശിക വാർത്താ പ്രവർത്തകരൊന്നും അനുകൂലമല്ല. IT-കാർക്ക് ഒട്ടും അനുകൂലമല്ല പൊതുവേ. അതുപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപന്മാർ, ഇടത്തരം ബിസിനസ്സുകാർ, എഡിറ്റിംഗ് മേഖല ഒന്നും അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായിരിക്കില്ല. ആസൂത്രണമൊക്കെ ചെയ്യുന്ന, പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർ, വർക്കുകൾ അങ്ങനെ ആസൂത്രണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടൂറിസം, വൻകിട ബിസിനസ് അങ്ങനെ അനുകൂലമല്ല. ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന ആളുകൾ, ഡേറ്റ അനാലിസിസ്റ്റുകൾ, എഡിറ്റിംഗ് മേഖലയിലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഫാഷൻ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ആഡംബര വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, മാരേജ് ബ്യൂറോ നടത്തുന്നവർക്ക്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് കോഴ്സ്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്ക്, ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റലുകൾ, സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മേന്മയാണ്. ആഭരണ മേഖലയും അനുകൂലമാണ്. സ്വർണ്ണാഭരണം കൊള്ളില്ല, അവർക്ക് ചില പ്രയാസങ്ങളുണ്ടാവും. ഹോം നഴ്സിംഗ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല, മത്സ്യമാംസാദിക കച്ചവടം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മെഡിക്കൽ രംഗത്തുള്ളവർക്ക് അനുകൂലമല്ല. അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പരിസ്ഥിതി പ്രവർത്തകർ, ഈ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും അനുകൂലമല്ല. പ്രത്യേകിച്ച് ഫാമുകൾ നടത്തുന്നവർക്ക്, ബേക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ, മധുരപലഹാരങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമല്ല. അതൊക്കെ പ്രത്യേകം അധികം ശ്രദ്ധിക്കാം. അതുപോലെ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ, സാഹസിക മേഖലകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ദൈവാധീനം കുറവുള്ള കൂറുകാർ പ്രത്യേകിച്ച് മിഥുനം, തുലാം, കുംഭം, മീനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനം, തുലാം, കുംഭം, മീനം ഈ രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം വളരെ കുറവ്. മറ്റു രാശിക്കാർക്ക് ദൈവാധീനം കുറവാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ദൈവാധീനവും കുറവാണ്. മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥയും ഈ രാശിക്കാർക്ക് കുറവാണ് ചാരവശപ്രകാരം. അപ്പം അങ്ങനെ ചാരഫലപ്രകാരം അത് കുറവാകുമ്പോൾ നമ്മൾ വളരെയധികം ദൈവാധീനം കുറവുള്ളവരും കൂടെ ആകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ 4 കൂറുകാർ. അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചാരഫലങ്ങൾക്കെല്ലാം നല്ല ദൈവാധീനം വരുത്തിയാൽ ദോഷങ്ങൾ കുറയും എന്നാണ് വിധി. ആചാര്യന്മാരും അവർ അനുഭവവും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാരാധന നടത്തുന്നതിനായിട്ട് ഈ ദോഷം പറഞ്ഞവരൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു പോസ്റ്റ് ഇടുന്നത് തന്നെ നിങ്ങൾക്ക് ദോഷങ്ങൾ വരാതിരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ദോഷങ്ങൾ എവിടെയെങ്കിലും ഉള്ളതിന് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. പണ്ട് പറഞ്ഞ പോലെ നാളെ നേരം വെളുത്താൽ എല്ലാവരും രാജാവാകും എന്ന് പറയാനൊന്നും എന്നെ കിട്ടില്ല. അത് എനിക്കൊട്ട് പറ്റുകയുമില്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. അല്ലാണ്ട് എല്ലാം സുഖകരമായിരിക്കും സന്തോഷകരമായിരിക്കും എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട. തുടർന്ന് ഇതിനകത്ത് ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എനിക്കുള്ളത് കാണുന്നത് ഉള്ളതുപോലെ പറയാനേ കഴിയൂ. ഒരാൾക്ക് രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇത് കേട്ട് മനസ്സന്തോഷം കൊടുക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അതെൻ്റെ ഡ്യൂട്ടിയുമല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ പിന്തുടരുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.